ഹലോ മക്കളെ, ആർക്കൻ എക്സിൽ നിന്ന് നന്ദു സാറാണ്. അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ടോപ്പിക് ആണ് തുണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ അഥവാ തുണ്ട്ര കാലാവസ്ഥാ മേഖല. ഈ തുണ്ട്ര കാലാവസ്ഥാ മേഖല വളരെ വൈഡായി കിടക്കുകയാണെങ്കിലും നമ്മൾ അതിനെ വളരെ എന്താ പറയുക വളരെ കൃത്യമായി ചെറുതാക്കി ഒന്ന് പഠിച്ചാലോ. തുണ്ട്ര ക്ലൈമറ്റിക് റീജിയന്റെ പ്രത്യേകത ഒന്ന് കോൾഡ് സോൺ ആണ്, വളരെ തണുപ്പേറിയ പ്രദേശമാണ് തുണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ അഥവാ തുണ്ട്ര കാലാവസ്ഥാ മേഖല. രണ്ടാമത്തെ പ്രത്യേകത ആൽസ്ക, കാനഡ, ഗ്രീൻലാൻഡ് പോലുള്ള പല പ്രദേശങ്ങളും പ്രധാനമായി തുണ്ട്ര ക്ലൈമറ്റിക് റീജിയനിൽ കാണാൻ സാധിക്കാറുണ്ട്. ക്ലിയർ? ഇനി നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാ, കാലാവസ്ഥ എങ്ങനെയാ വെച്ചാൽ വിന്ററിൽ അഥവാ ശൈത്യകാലത്ത് -25°C ടു 40°C, 45 എന്ന് വെച്ചാൽ -25 മുതൽ -40 വരെ അവിടെ എന്താ പറയുക വേനൽക്കാലത്ത് പ്രധാനമായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നത് വെച്ചാൽ ഫ്രീസിംഗ് ആയുള്ള അവസ്ഥയാണ് മനസ്സിലാക്കുക. അതേസമയം സമ്മറിലാണെങ്കിൽ ഏറിപ്പോയാൽ 10 വരെ പോളൂ, ഏറിപ്പോയാൽ 10-ൽ മേലെ വേനൽക്കാലത്ത് ചൂട് അനുഭവപ്പെടാറില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കാം. അങ്ങനെ ലാസ്റ്റ് നോക്കിക്കോളൂ, ഇവിടെ നടക്കുന്ന പ്രസിപ്പിറ്റേഷൻ അഥവാ വർഷണം ഏതാ ചോദിച്ചാൽ മഞ്ഞു വീഴ്ചയാണ് അഥവാ സ്നോഫാൾ ആണ്. എന്ന് വെച്ചാൽ സ്നോഫാൾ മഞ്ഞു വീഴുകയാണ്. നമ്മളെ പോലെ മഴയും കാര്യങ്ങളൊന്നുമില്ല, മഞ്ഞ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വീടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത് തുണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ എന്ന് മനസ്സിലാക്കുക. ഇനി അവിടെയുള്ള പച്ചപ്പിന്റെ കാര്യം, വെജിറ്റേഷൻസ് എങ്ങനെയാ വെച്ചാൽ അവിടെ സമ്മറിൽ മാത്രമേ എന്ത് കാണാൻ സാധിക്കുള്ളൂ, പച്ചപ്പ് കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം എന്തുകൊണ്ട് കാണുന്നില്ല ചോദിച്ചാൽ പ്രധാനമായും മഞ്ഞു കൊണ്ട് മൂടിയതാണ്. അപ്പൊ പച്ചപ്പ് കാണാൻ നമുക്ക് സാധിക്കില്ല. മഞ്ഞു കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് എന്താ പറയുക വേനൽ കാലഘട്ടത്തിൽ സമ്മറിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ സാധിക്കുള്ളൂ, അവിടെ പ്രധാനമായി പച്ചപ്പ് കാണാൻ സാധിക്കുള്ളൂ. പിന്നെ സ്ട്രബ്സ് ആൻഡ് മൊസോസ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സസ്യങ്ങളാണ് അവിടെ പ്രധാനമായി രൂപപ്പെടുന്നത് എന്ന കാര്യം കൂടി മക്കൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത നോക്കിക്കോളൂ, അവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്, അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. സെമി നൊമാഡിക് ആണ്, അർദ്ധനാടോടികളാണ്. അർദ്ധനാടോടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രദേശത്ത് സ്ഥിരമായി താമസിക്കില്ല, അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അടുത്ത താവളം തേടി അടുത്ത പ്രദേശങ്ങളിലേക്ക് പോകും. അങ്ങനെ സെമി നൊമാഡിക് ആണ്, അർദ്ധനാടോടികളാണ്. അതിന് രണ്ട് ഉദാഹരണമുണ്ട്. അവിടുത്തെ രണ്ട് നാടോടി ടീംസിന്റെ പേരാണ് എസ്കിമോ ആൻഡ് ലാപ്പസ് എന്ന് പറഞ്ഞ രണ്ട് നാടോടി സെമി നൊമാഡിക് ഗ്രൂപ്പ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ വളരെ റിലേറ്റീവ്ലി ലിറ്റിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ, വളരെ കുറഞ്ഞ പ്രധാനപ്പെട്ടുള്ള മനുഷ്യരുടെ വാസമേ കാണാൻ സാധിക്കൂ. കാരണം നിങ്ങൾക്കറിയാം തണുപ്പ് നമുക്ക് അധികം സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ തണുപ്പ് വളരെ കുറഞ്ഞ അവസ്ഥയാണ് പ്രധാനമായിട്ട് തണുപ്പ് വളരെ കൂടിയ അവസ്ഥയാണ് തുണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ. അപ്പൊ തുണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ ഈ തണുപ്പ് മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ മനുഷ്യവാസം കുറവാണ്, തീരെ ഇല്ല എന്നല്ല, കുറവാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാം. താങ്ക് യു.